ഇനി അങ്ങോട്ട് കട്ട ഓഫ് റോഡാണ് കേട്ടോ. കുറച്ച് ഏകയിലും നമുക്കങ്ങ് കയറി പോവാം. ഗൈസ് നമ്മളങ്ങനെ കയറി കുറേ ഇങ്ങ് ടോപ്പിലെത്തി. ഇനി പക്ഷേ വഴിയില്ല, അതാണ് പ്രശ്നം. ഇപ്പോൾ ഇതിലൊരു വഴി കാണുന്നുണ്ട്, ഇതിലൊരു വഴി കാണുന്നുണ്ട്. ഇതിൽ പോവും. 5 മണിയായി. ഇതുണ്ടോ പുറകിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. ഫ്രണ്ടിലോട്ടൊന്നും കാണത്തില്ല, ഞങ്ങൾ ഒന്നും കാണത്തില്ല. കോഫി ഉണ്ടാക്കാനുള്ള സ്റ്റൗവൊക്കെ റെഡിയാക്കി. ഇവിടെ നിന്ന് ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. രാത്രിയിൽ കയറി വന്നൊരു വഴിയാട്ടോ ഇത്. ഹായ്, വെൽക്കം ബാക്ക്. NCR ട്രാവലറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? അതെ, വയനാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വയനാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുറുമ്പാലക്കോട്ട. ഇവിടെ ദൈനംദിനം നിരവധി സഞ്ചാരികളാണ് വന്നു പോകുന്നത്. പ്രധാനമായും സൂര്യോദയം കാണാനാണ് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നത്. നമുക്ക് താഴെയായി മേഘങ്ങളുടെ പാളികൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ കാണാൻ കഴിയും. അതിനിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഞാനും അങ്ങനെ നേരത്തെ എത്തിച്ചേരാനായിട്ട് ഏകദേശം ഒരു 3 മണിക്ക് ക്യാബ് വീട്ടിൽ നിന്നിറങ്ങി. പലതവണ ഞാൻ പോകാൻ ആഗ്രഹിച്ചെങ്കിലും ഓരോരോ കാരണം കൊണ്ട് അത് മുടങ്ങിപ്പോവാണ് ചെയ്തത്. ഇന്ന് അതൊക്കെയായാലും പോയേ തീരൂ എന്നുള്ള ചിന്തയിൽ രാത്രി ഉറങ്ങാതെ കിടന്ന് ഞാൻ നേരം വെളുക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ചങ്ങായിയോടൊപ്പം ചെറിയ രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് അവിടെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ നമ്മൾ പതുക്കെ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് തണുപ്പ് കൂടിക്കൊണ്ട് ഇരിക്കുക കേട്ടോ. വയനാട് എത്തി കഴിഞ്ഞപ്പോൾ അതാ റോഡൊന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയാണ്. ശരിക്കും വളവൊക്കെ നമുക്ക് മനസ്സിലാവുന്ന സൈഡിൽ സൈൻ ബോർഡ് ഉള്ളത് കൊണ്ടാണ് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ വളവൊന്നും തിരിക്കാതെ നേരെ എവിടെയെങ്കിലും പോയി ചാടിയാണ്. ശരിക്കും ഫോഗ് ലാമ്പിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. കണ്ടില്ല, റോഡൊന്നും കാണത്തില്ല. അങ്ങനെ ഞാനും നമ്മുടെ ചങ്ങായിയും മഞ്ഞിൽ കുളിച്ച് വ്യൂ പോയിൻറ്റിൻ്റെ താഴെ എത്തി കേട്ടോ. ഇവിടെ കുറേ ജീപ്പൊക്കെ ഉണ്ട്, ടാക്സിയൊക്കെ കിട്ടും. നമുക്ക് 600 രൂപയാണ് മുകളിൽ വരെ കൊണ്ടുവിടുന്നതിനും അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരുന്നതിനും. അങ്ങനെ നമുക്ക് ബൈക്കുണ്ട്, അത് മുകളിൽ വരെ കയറി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബൈക്കുമായിട്ട് നേരെ മുകളിലേക്ക് കയറി പോകുക. കുറച്ച് ഓഫ് റോഡിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ചങ്ങായി നമ്മളെ ചതിക്കത്തില്ല. പരമാവധി അവനെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ അവൻ എന്നെ കൊണ്ടുപോകും. ഗൈസ്, കുറേയൊക്കെ ടാറിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ അവസ്ഥയാണ്, കാണാൻ പറ്റും. ഇതാ കാറും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഇല്ലെങ്കിൽ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വലിയ വലിയ ഉണ്ട കല്ലുകളാണ് കിടക്കുന്നത്, കണ്ടോ. കുറേ ടാറിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു അവസ്ഥയാണ്. ഗൈസ്, നമ്മൾ ഇവിടെ ഒരു പാർക്കിംഗ് പോയിന്റിലെത്തി. ഉള്ള ഒരു ചേച്ചി കടയൊക്കെ തുറന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി പോകാമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം, നമ്മുടെ ചങ്ങായിനെയും കൊണ്ട് പോയി നോക്കാം. എവിടെ അവർ പോകുമെന്ന് അറിയത്തില്ല. ഇനി കയറി പോയില്ലേ നമുക്ക് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ച് കയറി പോകണം. ഗൈസ്, നമ്മളങ്ങനെ കയറി കുറേ ഇങ്ങ് ടോപ്പിലെത്തി. ഇനി പക്ഷേ വഴിയില്ല, അതാണ് പ്രശ്നം. വഴി തീർന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ അവിടെ ഒരു വീടാണെന്ന് തോന്നുന്നു, കാണുന്നുണ്ട്. ഈ മുകളിലേക്ക് ഇങ്ങനത്തെ ഒരു വഴിയാണ് കാണുന്നത്. അപ്പോൾ ഞാനിങ്ങ് ടോപ്പ് വരെ എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് ടോപ്പ് ഏറ്റവും മുകളിലെത്തി. ബൈക്ക് നമ്മുടെ ചങ്ങായിനെ നമ്മൾ ഇവിടെ വെച്ചു. താഴെ വീടൊക്കെ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇവിടം വരെ ബൈക്ക് കയറി വന്നു കേട്ടോ. അതൊക്കെ കയറും കേട്ടോ. ഇതിനുള്ള വഴി കൂടെ കയറി പോകണം. ഇതിൽ കയറി വരുമ്പോൾ സൂക്ഷിച്ചില്ല തെന്നി വീഴും. ഞാൻ ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പായി. അതിപ്പോൾ ഇതിലേ പോകണ്ടേ. ഇപ്പോൾ ഇതിലൊരു വഴി കാണുന്നുണ്ട്, ഇതിലൊരു വഴി കാണുന്നുണ്ട്. ഇതിൽ പോവും, ഇടത് വലത്. ഇതിൽ പോയി നോക്കാം അല്ലേ. രണ്ട് സൈഡിലും കുറ്റിക്കാടാട്ടോ. പൊളി വൈബ്. ഞാൻ തന്നെയുള്ളൂ കേട്ടോ. എൻ്റെ ചുറ്റുമുള്ള
കാഴ്ച കാണിച്ചു തരാം. ഇതാണ് കാഴ്ച കേട്ടോ. ചുറ്റും ഇതാ, ചുറ്റും കാടാ കേട്ടോ, കാണാൻ സാധിക്കും. നമുക്കിതിലെ നേരെ കയറി പോവാം. നമ്മൾ എത്തി കേട്ടോ. നമ്മളെത്തി, വ്യൂ പോയിൻറ്റിലെത്തി നമ്മൾ. അടിപൊളി. ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പോൾ ഗൈസ് 5 മണിയായി കേട്ടോ. ഞാനിവിടെ കുറച്ച് നേരം നിന്നു. 5 മണിയായി. ഇതുണ്ടോ, പുറകിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. ഫ്രണ്ടിലോട്ടൊന്നും കാണത്തില്ല, ഒന്നും കാണത്തില്ല. 5:05 ഇതുവരെയും അതിന് ലൈറ്റൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. സംഭവം എല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ചായ ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നോക്കട്ടെ. കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാം. അടിപൊളിയായിരിക്കും. കോഫി ഉണ്ടാക്കാനുള്ള സ്റ്റൗവൊക്കെ റെഡിയാക്കി. ഞാനവിടെ പോയി കഴിഞ്ഞാലും ഇതെൻ്റെ കയ്യിലുണ്ടാവും. ആരോ ഒരാൾ നടന്നു വരുന്നുണ്ട്. ഒരു ടോർച്ചിൻ്റെ വെളിച്ചം കാണുന്നുണ്ട്. 2 പേരുണ്ടെന്ന് തോന്നുന്നു. 2 പേരുണ്ട്. ചുമക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാറ്റുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇച്ചിരി തീ കൂട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ അവനവിടെ നിന്നിട്ട് ചൂടാവട്ടെ. ചങ്ങായി അവിടെ നോക്കിയപ്പോണ്ട് ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. ഇന്ന് ആരെയും കണ്ടില്ല. അവിടെ ലൈറ്റൊക്കെ ആയി കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ച് കേട്ടോ. അങ്ങനെ നമ്മുടെ പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. കോഫി ചേച്ചി അവിടെ നിന്ന് ചോദിക്കാൻ എന്നാണ് ഉണ്ടാക്കുന്നതെന്ന്. അവർ കടയൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ഇല്ലായിരുന്നു അവിടെ നിന്ന് കഴിക്കാമായിരുന്നു. കുഴപ്പമില്ല, അവിടെ നിന്ന് പിന്നെ കഴിക്കാം. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ മാഗിയൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. കുറച്ച് ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ആക്കാം. ഉണ്ടോ, അടിപൊളി വൈബ്. ചങ്ങായി ഇതേ അവിടെ ഉണ്ട്, കിടക്കുന്നുണ്ട്. ഇത് ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിവനെ പതുക്കെ, നല്ല ചൂടുണ്ട് കേട്ടോ, കയ്യിൽ കർച്ചീഫുള്ളതുകൊണ്ട് ചൂടൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അടിപൊളി. നമുക്ക് പതുക്കെ ഇവനെ അങ്ങോട്ട് അടിപൊളി. കോഫി റെഡി ആയിട്ടുണ്ട്. എന്താ, ചേച്ചിയും ചേട്ടനും കോഫി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ കോഫി ഉണ്ടാക്കി. നേരം വെളുത്തിട്ടില്ല ഇതുവരെയായിട്ടും. സമയം 5:30 പൊളി. ചെറിയ തണുപ്പുണ്ട്. താഴെ നിന്നൊക്കെ വന്നപ്പോൾ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. വയനാട് കയറിയപ്പോൾ നല്ല അടിപൊളി മഞ്ഞായിരുന്നു. റോഡൊന്നും കാണത്തില്ലായിരുന്നു.
ഗൈസ് അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സമയം 6:45 കേട്ടോ. ഇപ്പോഴാണ് വെട്ടം വീണത്. പക്ഷേ അത്രയും വിസിബിൾ അല്ല, കാരണം നല്ല കോടയുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ കേട്ടോ. ഇഷ്ടംപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞുണ്ട്, നല്ല രീതിയിൽ കോടയുണ്ട്. അതൊക്കെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഗൈസ്, ശരിക്കും ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു വ്യൂ കിട്ടിയില്ല, ആ ഒരു വിഷ്വൽ കിട്ടിയില്ല. കാരണം വെച്ചാൽ ഭയങ്കര കോടയായിരുന്നു. 6:50 സൺറൈസ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കണ്ടപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴും നല്ല കോടയായിരുന്നു. അതുകൊണ്ട് ക്ലൗഡ് ബെഡ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ലെവലില്ലേ, ഇവിടുന്ന് താഴത്തേക്ക് ഇഷ്ടം പോലെ ക്ലൗഡ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കും. നമുക്കത് ചവിട്ടി പോകാൻ തോന്നും. അതേപോലെ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നല്ല കോടയും കയറി മൊത്തം മൂടിക്കളഞ്ഞു. അപ്പം സൂര്യൻ ഉദിച്ച് വരാൻ തന്നെ ടൈം എടുത്തു. ആ കറക്റ്റ് ടൈമിൽ നമുക്ക് കാണാനും പറ്റില്ല. അങ്ങ് നല്ല ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത്. താഴത്തുനിന്ന് കണ്ടാലേ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാനും പറ്റില്ല, എനിക്ക് കാണാനും പറ്റില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. എങ്കിലും ഞാൻ മറ്റ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ വന്നതാണ്. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ ഓക്കെ, പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നത് വരെ